الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. الله الذي خلقكم من ضعف ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبا يخلق ما يشاء وهو العليم القدير. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരികളെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ശ്രദ്ധിച്ചുകൊണ്ട് അവൻ നമുക്ക് നൽകിയ എല്ലാ നിഅമത്തുകൾക്കും നന്ദി ചെയ്തുകൊണ്ട് വിശ്വാസികളായി ജീവിച്ച് മരിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുന്നു. അല്ലാഹു നമുക്ക് നൽകിയ നിഅമത്ത് നഷ്ടപ്പെടാതിരിക്കാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. اللهم إني أعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك എന്നിങ്ങനെ അല്ലാഹുവേ, നീ തന്ന നിഅമത്ത് പിൻവലിക്കരുതേ, നീ തന്ന ആഫിയത്ത്, ശരീരത്തിന്റെ സുഖാവസ്ഥ നീ ഇല്ലാതെയാക്കരുതേ, പെട്ടെന്നുള്ള ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ, നിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്ന പ്രാർത്ഥന ആർക്കാണ് ആവശ്യമില്ലാത്തത്? ഇപ്പം നമ്മളൊക്കെ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുക തന്നെ വേണം. എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിൻ്റെ ഖളാഅ്, അള്ളാഹുവിൻ്റെ വിധി തടുക്കാൻ നമുക്കാർക്കും സാധ്യമല്ല എന്നത് നാം ആദ്യം മനസ്സിലാക്കണം. ആ നിഅമത്ത് നമ്മുടെ ആരോഗ്യവും സമ്പത്തും സുഖവും മാത്രമല്ല, വിശ്വാസികളായി ജീവിക്കാനുള്ള തൗഫീക്ക് നൽകി എന്നതാണ് അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്ത്. നമ്മളൊരു അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനായി, നമ്മൾ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ഒരു നിരീശ്വരവാദി ആയില്ല, നാം ഒരു ബിംബാരാധകനായില്ല, നാം ഒരു തോന്നിവാസി ആയില്ല. അള്ളാഹു വിരോധിച്ച പല കാര്യങ്ങളിൽ നിന്നും ഒരു പരിധി വരെ മാറി നിൽക്കാൻ നമുക്ക് സാധിച്ചു. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ ഉള്ള മനസ്സുണ്ടാകുക, അല്ലാഹു അല്ലാത്ത മറ്റാരിൽ നിന്നും എനിക്കൊരു രക്ഷയും കിട്ടാനില്ല,
അതുകൊണ്ട് ആർക്കെങ്കിലും വഴിപാട് നേർന്നിട്ടോ നേർച്ചയാക്കിയിട്ടോ അവരുടെ ജാറം മൂടിയിട്ടോ അവരോട് പ്രാർത്ഥിച്ചിട്ടോ രക്ഷയില്ല. പടച്ചവൻ തന്നെയാണ് എന്നെ രക്ഷിക്കാനുള്ളത് എന്ന ആ തൗഹീദാണ് അള്ളാഹു മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ നിഅമത്ത്. എല്ലാ അമ്പിയാക്കന്മാരും പറഞ്ഞ, ജനങ്ങളെ ഉത്ബോധിപ്പിച്ച ഒന്നാമതായി പറഞ്ഞതും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ അടിയുറച്ച് വിശ്വസിക്കുക എന്ന ആ തൗഹീദാണ്. അതുപോലെ ഇബാദത്ത് ചെയ്യാൻ, അതിൽ മടി കാണിക്കാതെ ജീവിക്കാൻ, പറ്റെ പിടുത്തം വിട്ട് മോശമായി ജീവിക്കുന്ന ഒരവസ്ഥ, ഇതിൽ നിന്നൊക്കെ അള്ളാഹു കുറേയെങ്കിലും നമ്മളെ രക്ഷിച്ചല്ലോ എന്നാണ് അള്ളാഹുവിൻ്റെ നിഅമത്തായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. ഈ നിഅമത്ത് നമുക്ക് നഷ്ടപ്പെടുന്നതിനെ തടുക്കാൻ നമ്മളെ ഉള്ളൂ. തെറ്റിലേക്ക് മടങ്ങാതിരിക്കുക, ശ്രദ്ധാപൂർവം ജീവിക്കുക, വേണ്ട കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കുക, അള്ളാഹുവിലുള്ള വിശ്വാസവും ആ തൗഹീദും മുറുകെ പിടിച്ച് ജീവിക്കുക എന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം നമ്മൾ തന്നെയാണ്. കുല്ലമാ ഉൽഖിയ ഫിഹാ ഫൗജൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. ഓരോ കൂട്ടത്തെയും അള്ളാഹു നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ ചോദിക്കുന്നു, അലം യഅതികും നദീർ, ഇന്നതൊക്കെ തെറ്റാണ്, ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന താക്കീതുകാര് വന്നിരുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കുമ്പോൾ, മലക്കുകൾ ചോദിക്കുമ്പോൾ, ഖദ് ജാഅനാ നദീർ, ഞങ്ങൾക്ക് താക്കീതുകാര് വന്നിരുന്നു, ഫകദ്ദബ്നാ, എന്നാൽ ഞങ്ങളതൊന്നും വിശ്വസിച്ചില്ല, കാര്യമായി എടുത്തില്ല. വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ, അള്ളാഹു ഒന്നും ഞങ്ങൾക്ക് നിർബന്ധമായിട്ടും കണിശമായിട്ടും പറഞ്ഞു തരികയോ എടുക്കാൻ വേണ്ടി കൽപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾക്കൊന്നും ഇറക്കി തന്നിട്ടില്ല. ഇനി വല്ലതും കേട്ടാൽ തന്നെ അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് ഞങ്ങളതിനെ കളവാക്കി എന്ന് അള്ളാഹുവിന്റെ മലക്കുകളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞതിന്റെ ശേഷം നരകത്തിലേക്ക് പോകേണ്ടി വരും എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. അപ്പോ അറിവില്ലായ്മ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളുണ്ടോ? അശ്രദ്ധ കൊണ്ട് തെറ്റുകളുണ്ടോ? അതല്ല നാട്ടാചാരം പാരമ്പര്യമനുസരിച്ച് ജീവിച്ചത് കൊണ്ട് ഖുർആനിൽ നിന്നും നബിചര്യയിൽ നിന്നും തെറ്റി ജീവിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂട്ടത്തിൽപ്പെട്ടതുകൊണ്ട് നാട്ടിന്റെ ശൈലിയിൽ എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്ത് ആളുകളോടൊപ്പം കൂടിയത് കൊണ്ടാണ് നമ്മളിൽ നിന്ന് തെറ്റു വരുന്നതെങ്കിൽ അത് തിരുത്തേണ്ട ബാധ്യത, ആ നിഅമത്ത് തിരിച്ചെടുക്കേണ്ട ബാധ്യത നമ്മിൽ മാത്രമാണ്. മറ്റൊരാളും നമുക്ക് കൊണ്ടുവന്നു തരില്ല. അമ്പിയാക്കന്മാർക്ക് പോലും മറ്റൊരാൾക്ക് ഹിദായത്ത്, സന്മാർഗം എന്ന നിഅമത്ത് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. പ്രവാചകരെ, നിങ്ങളുടെ മൂത്താപ്പ അബൂ താലിബ് 40 കൊല്ലത്തിലേറെ നിങ്ങളെ പോറ്റി വളർത്തി സംരക്ഷിച്ച് ശത്രുക്കളിൽ നിന്ന് നിങ്ങളെ കാവൽ നൽകി സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്നേഹിച്ചത് അയാൾക്ക് കിട്ടും. എന്നാൽ നിങ്ങൾക്ക് അയാളെ ഹിദായത്തിലാക്കാൻ കഴിയില്ല. അത് അയാൾ ഹിദായത്ത് പഠിക്കേണ്ടതാണ്, ഹിദായത്തനുസരിച്ച് ജീവിക്കേണ്ടതാണ്. അള്ളാഹുവാണ് ഹിദായത്ത് കൊടുക്കുന്നവൻ, അത് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങേണ്ടതാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ നബിയോട് പറഞ്ഞത്. അപ്പൊ സഹോദരങ്ങളെ, അള്ളാഹ് തന്ന സന്മാർഗം, നല്ല ജീവിതം, അമലുസ്സാലിഹാത്ത്, നല്ല ഇബാദത്ത്, ഈ തരത്തിലുള്ള നിഅമത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. പക്ഷെ അള്ളാഹു തന്ന ആരോഗ്യം, സമ്പത്ത്, ജീവിത സുഖങ്ങൾ, മനസമാധാനം, അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മൾ രോഗികളായി, നമ്മൾ ദരിദ്രന്മാരായി, അല്ലെങ്കിൽ നമ്മൾക്ക് വാർദ്ധക്യം പെട്ടു. അതൊക്കെ വീണ്ടെടുക്കാൻ നമ്മളെ കൊണ്ടാവില്ല. അള്ളാഹു തന്ന നിയമത്തിൽ വീണ്ടെടുക്കാൻ പറ്റുന്ന കുറെ നിയമത്തുകളുണ്ട്. വീണ്ടെടുക്കാൻ പറ്റാത്ത നിയമത്തുകളാണ് നമ്മൾ വയസ്സും കാലമായി എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തൊരവസ്ഥ, രോഗിയായി ആളുകൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ള നിയമത്ത് നഷ്ടപ്പെട്ട ആളുകളോട് നമുക്ക് ബാധ്യതയുണ്ട്, അവർക്കും അവരോട് ബാധ്യതയുണ്ട്. അവിടെയാണ്
ആ തരത്തിലുള്ള നിയമത്തിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. കഷ്ടപ്പെടുന്ന മനുഷ്യന്മാർ സമൂഹത്തിലുണ്ട്. വയോവൃദ്ധന്മാരെ സംരക്ഷിക്കാൻ ഒരുപാട് സംഘടനകളും സംഘങ്ങളും മുന്നോട്ട് വരുന്നുണ്ട്, അവർക്ക് മനസ്സമാധാനം നൽകാൻ എന്ന റിപ്പോർട്ടുകളൊക്കെ നമ്മൾ ചുറ്റുഭാഗത്തിൽ നിന്നും വായിച്ചല്ലോ. അവർക്ക് നല്ല സുഖം കൊടുക്കുക, നല്ല വാക്കുകൾ പറയാം, അവർക്ക് വേണ്ട സദസ്സുകൾ ഒരുക്കുക, യാത്രകൾ ഒരുക്കുക, അങ്ങനെ അവർക്ക് സമാധാനം നൽകുക, അതൊക്കെ മനുഷ്യന്റെ ബാധ്യത തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുമ്പോ സാധാരണ ചിലപ്പോൾ നബി അൽ-ബഖറ ഓതും. സഹാബിമാരെന്ന റിപ്പോർട്ടുണ്ട്, നബി അൽ-ബഖറ ഓതും, 300 ആയത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് ആലി ഇമ്രാനിലേക്കാണ് കടക്കും, ആലി ഇമ്രാൻ ഓതും. അങ്ങനെ നീട്ടി നമസ്കരിക്കും. നബി എന്നെ പറയാണ്, ചിലപ്പോൾ ഞാൻ നീട്ടി നമസ്കരിക്കാൻ വേണ്ടി ഞാൻ ഒരുങ്ങിയിട്ടാണ് ചെല്ലല്, ഇമാമത്ത് നിസ്കാരം തുടങ്ങല്. പക്ഷേ അപ്പുറത്ത് നിന്ന് കുട്ടികൾ കരയുന്നത് കേൾക്കുമ്പോൾ ആ കുട്ടികളുടെ ഉമ്മമാരുടെ ദയനീയത ഓർത്ത്, ആ കുട്ടികൾ കരയുമ്പോൾ നിസ്കരിക്കാൻ പറ്റുകയില്ലല്ലോ ഉമ്മമാർക്ക് സുഖമായിട്ട്, അപ്പൊ അവരുടെ പ്രയാസം ഓർത്ത് ഞാൻ പെട്ടെന്ന് നമസ്കാരം തീർക്കും എന്ന് നബി പറയാറുണ്ട്. അത് മറ്റുള്ളവരുടെ വിഷമങ്ങൾ, പലപ്പോഴും നമുക്ക് മറ്റുള്ളവരുടെ വിഷമങ്ങൾ തീർത്തു കൊടുക്കാൻ സഹായിക്കാനേ പറ്റൂ. ആ സഹായം നമ്മൾ ചെയ്യണം. ദീനിന്റെ കാര്യത്തിൽ പോലും, ഇമാമത്ത് നിൽക്കുമ്പോൾ പോലും അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അമ്മ അഹദുക്കും അന്നാസ് ഫൽയുഖഫിഫ്, ഒരുപാട് ആളുകൾ കൂടിയിരുന്നിടത്ത് നിങ്ങൾ നമസ്കരിക്കുമ്പോൾ ഫൽയുഖഫിഫ്, പെട്ടെന്ന് വളരെ ലഘുവായി നമസ്കരിക്കട്ടെ, ആവശ്യത്തിലേറെ നീട്ടിക്കൊണ്ടുപോകാതെ ലഘുവായി നമസ്കരിക്കട്ടെ. കാരണം ഫഇന്ന ഫീഹിം അൽളഈഫ് സഗീർ, നിങ്ങളുടെ പിന്നിൽ നമസ്കരിക്കുന്ന ചെറിയ ആളുകളുണ്ടാകും, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. വൽ കബീർ, വൃദ്ധന്മാരുണ്ടാകും. വൽളഈഫ്, നിൽക്കാൻ കഴിയാത്ത ആളുകളുണ്ടാകും, അല്ലെങ്കിൽ പെട്ടെന്ന് ഇരുന്ന് നിസ്കാരം ദീർഘിപ്പിക്കാൻ കഴിയാത്ത ലഈഫുകൾ ഉണ്ടാകും. വൽ മരീദ്, രോഗികളുണ്ടാകും. വദൽ ഹാജ, അത്യാവശ്യക്കാരുണ്ടാകും. അതുകൊണ്ട് വേഗം നമസ്കരിക്കണം. എന്നാ വൈദാ സല്ലാലി നഫ്സിഹി, ഒറ്റക്കാണ് നിസ്കരിക്കുകയാണെങ്കിൽ ഫൽയുതബിൽ മാസ, അവന് ഇഷ്ടമുള്ള മാതിരി നീട്ടി നിസ്കരിച്ചോട്ടെ. സുന്നത്ത് നമസ്കാരമൊക്കെ നബി ഒരു സൂറത്ത് തന്നെ ആവർത്തിച്ച് ഓതി ദീർഘമായി സുന്നത്ത് നമസ്കാരത്തിലും സൂറത്തുകൾ ഓതാ. നമുക്ക് ഒറ്റക്കാണെങ്കിൽ നീട്ടിക്കോട്ടെ. എന്താണ് ഈ സംഭവം പറയുന്നത്? അതായത് സമൂഹത്തിലുള്ള ലഈഫുകൾ, ദുർബലന്മാര്, വൃദ്ധന്മാര്, കഷ്ടപ്പെടുന്ന ആളുകൾ, ബുദ്ധിമുട്ടുള്ള ആളുകൾ, ആവശ്യക്കാര്, അവരെ പരിഗണിക്കണം. അത് സമൂഹത്തിന്റെ ബാധ്യതയാണ്. ലൈസ മിന്നാ മൻ ലം യർഹം സഗീറനാ വലം യുവഖിർ കബീറനാ, നമ്മളുടെ കൂട്ടത്തിലുള്ള ചെറിയ ആളുകളോട്, കുട്ടികളോടും ചെറിയവരോടും കരുണ കാണിക്കാത്ത, വലം യുവഖിർ കബീറനാ, നമ്മുടെ കൂട്ടത്തിലുള്ള മുതിർന്ന വൃദ്ധന്മാരെ ആദരിക്കാത്ത ആളുകൾ നമ്മളെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങളെ കൂട്ടത്തിലാണ് നിങ്ങൾ കരുതണ്ട. അങ്ങനെ മുസ്ലിങ്ങളെ കൂട്ടത്തില് അങ്ങനെ കുട്ടികളോട് കരുണ കാണിക്കാത്ത, വൃദ്ധന്മാരെ ആദരിക്കാത്തവർ ഉണ്ടാവില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ ഒരു ഭാഗത്തേക്ക്, ഒരു പ്രവിശ്യയിലേക്ക് ഇമാമായി അയച്ചു. അവിടുത്തെ ഭരണാധികാരിയാണ് ഇമാമക്കല്, ഭരണാധികാരിയും ഇമാമും ഒക്കെ ആയിട്ട് അയച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭരണാധികാരിയായ മുആദ് അവിടെ ചെന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിസ്കരിച്ച് പരിചയമുള്ള തരത്തിൽ നീട്ടി നമസ്കരിച്ചു. അതായിരുന്നല്ലോ മദീന പള്ളിയിൽ നിന്ന് അവർക്ക് കിട്ടിയ ശിക്ഷണം. അവിടെ ചെന്ന് പുതിയ ഇസ്ലാമിലേക്ക് വന്ന ആളുകളാണ്. അവരോട് നീട്ടി നമസ്കരിച്ചപ്പോ അതവർക്ക് ശല്യമായി. അവരുടെ കൂട്ടത്തിൽ വൃദ്ധന്മാരും പ്രയാസങ്ങളും രോഗികളൊക്കെ ഉള്ള പ്രയാസങ്ങളുള്ള ആളുകളുണ്ടായിരുന്നു, രോഗികളും. അവർ വിവരം മദീനയിലേക്ക് പറഞ്ഞയച്ചു. മുആദിന്റെ നിസ്കാരം നിങ്ങൾക്ക് സഹിക്കണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദിനെ തിരിച്ചു വിളിപ്പിച്ചു മദീനയിലേക്ക്. വന്നിട്ട് പോകണം, ചില പാഠങ്ങൾ പഠിപ്പിച്ചു തരാനുണ്ട്. എന്നിട്ട് ആദ്യമായി മുആദിനെ കണ്ട് സലാം അടക്കിയതിന്റെ ശേഷം നബി ചോദിക്കുന്നത്, അഫത്താൻ അൻത യാ മുആദ്, മുആദേ നിന്നെ പറഞ്ഞയച്ചത് ഫിത്ന ഉണ്ടാക്കാനാണോ? എന്താ ഉണ്ടാക്കിയ ഫിത്ന? മദീനത്തിൽ നബി നിസ്കരിക്കുന്ന പോലെ നിസ്കരിച്ചു എന്നുള്ളതാണ് ആ ഫിത്ന. അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളതാണ് ഫിത്ന. ആ ഫിത്നയാണ് മുആദ് റളിയല്ലാഹു അൻഹു പിന്നീട് അത് പേടിച്ചുകൊണ്ടാണ്
ഈ ദുർബലന്മാരെയും വൃദ്ധന്മാരെയും യമനിൽ കണ്ടാൽ അവരെ ആദരിച്ചും അവർക്ക് ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ടുമാണ് ശിഷ്ടകാലം അവിടുത്തെ ഭരണാധികാരിയായി കഴിച്ചുകൂട്ടിയത് എന്ന് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പോറ്റുമ്മ എന്ന് പറയുന്ന ഉമ്മി ബഅദ ഉമ്മി അൻതി ഉമ്മി ബഅദ ഉമ്മി, എന്റെ ഉമ്മക്ക് ശേഷം നിങ്ങളാണ് ഉമ്മ എന്ന് പറയുന്ന ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ, എത്യോപ്യക്കാരിയാണ് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. അബ്രഹത്ത് രാജാവ് ആനപ്പടയുമായി കഅബയെ പൊളിക്കാൻ വന്നപ്പോ ആ കൂട്ടത്തിൽ അബ്രഹത്ത് കൂട്ടിയ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ഉമ്മു ഐമൻ ഉണ്ടായിരുന്നു. അവസാനം തുരത്തി ഓടി സിജ്ജീൽ എന്ന കല്ലെടുത്ത് അല്ലാഹു തആല അവരെ ശിക്ഷിച്ചപ്പോ ആ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഉമ്മു ഐമൻ അവസാനം അബ്ദുൽ മുത്തലിബിന്റെ അടിമയായി മാറി. അബ്ദുൽ മുത്തലിബിൽ നിന്നായി കൈമാറി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ഖദീജയുടെ അടുക്കലെത്തി. അത് ആ ഉമ്മു ഐമൻ, ആമിന ഉമ്മ, നബിയുടെ ഉമ്മ, ചെറുപ്പകാലത്ത് കുട്ടിയെ പ്രസവിച്ചു. അനാഥയായ അബ്ദുള്ള നേരത്തെ മരിച്ചല്ലോ. അനാഥയായ കുട്ടിയെയും കൈപിടിച്ചുകൊണ്ട് മദീനയിലേക്ക് കുടുംബ വീട്ടിലേക്ക് പോയപ്പോ ആമിന സഹായിയായി കൂട്ടിയത് ഉമ്മു ഐമനെയായിരുന്നു. അബ്ദുൽ മുത്തലിബിന്റെ കുടുംബത്തിലുള്ള ഒരു അടിമ പെണ്ണാണ് ഉമ്മു ഐമൻ. ഒരു സഹായിക്ക് വേണ്ടി, പെണ്ണല്ലേ, മദീനത്തേക്ക് പോകണം, സഹായിക്ക് വേണ്ടി തിരിച്ചു പോരുമ്പോഴാണ് അബ്വാഹ് എന്ന സ്ഥലത്ത് വെച്ച് ആമിന മരിക്കുന്നത്, നബിയുടെ മാതാവ്. അവിടെ തന്നെ മറവ് ചെയ്തു. പിന്നീട് ആ കുട്ടിയെയും കൊണ്ട് ഒറ്റക്ക് അനാഥയായ കുട്ടിയെ തിരിച്ചു കൊണ്ടുവന്നത് ഉമ്മു ഐമനാണ്. ആ കുട്ടി പിന്നീട് വളർന്ന് പ്രവാചകനായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കീഴിൽ ഉമ്മു ഐമൻ വന്നപ്പോ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചു. ഉമ്മു ഐമനോട് നബി വിളിച്ചിരുന്നു, യാ ഉമ്മി ബഅദ ഉമ്മി, എന്റെ ഉമ്മന്റെ ശേഷം എന്റെ ഉമ്മേ. ഉമ്മയാണ് എത്യോപ്യയിലെ ഒരു അടിമയായി വലിപ്പാക്ക് കിട്ടിയ പെണ്ണിനെ നബി വിളിച്ചത് ആദരവോടുകൂടി ഉമ്മി ബഅദ ഉമ്മി, എന്റെ ഉമ്മക്ക് ശേഷമുള്ള എന്റെ ഉമ്മ എന്നായിരുന്നു. ഉമ്മു ഐമൻ ഫിൽ ജന്ന, ഉമ്മു ഐമൻ സ്വർഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ വഹി അറിയിച്ചു കൊടുത്തു. അത്രയും ആദരിക്കപ്പെട്ട ഒരു സ്ത്രീയായി തീർന്നു ഉമ്മു ഐമൻ. ആ ഉമ്മു ഐമനിന്റെ വീട്ടിലേക്ക് ഒരു 2 ദിവസം കൂടുമ്പോ നബി സന്ദർശിക്കാൻ പോവുകയും എന്തൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട്, എന്തൊക്കെ പരിചരണമുണ്ടോ അതൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഉമ്മു ഐമൻ എന്ന വൃദ്ധയായ സ്ത്രീയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണം വരെ ആദരിച്ച് ബഹുമാനിച്ചിരുന്നു എന്ന് അവിടുത്തെ ചരിത്രത്തിൽ കാണാം. ഇതെന്തിനാണ് ഈ ചരിത്രം രേഖപ്പെടുത്തുന്നത്? ഉമ്മനി ഉപ്പനി ഏതോ ഒരു അടിമ സ്ത്രീയല്ലേ, ഉമ്മയപ്പിയൊന്നല്ലല്ലോ. എന്നാൽ മാതാപിതാക്കളെ അടക്കം വൃദ്ധരായ, കഷ്ടപ്പെടുന്ന, വിചാരിച്ച പോലെ നടക്കാനും ഓടാനും ചാടാനും പ്രവർത്തിക്കാനും കഴിയാത്ത വൃദ്ധജനങ്ങളെ അതാരായിരുന്നാലും ആദരിക്കണം, ബഹുമാനിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തരികയായിരുന്നു. ആ വിളി ഉമ്മി ബഅദ ഉമ്മി, എന്റെ ഉമ്മക്ക് ശേഷം എന്റെ ഉമ്മ. പ്രവാചകനാണ് ആ വിളിക്കുന്നത്. എത്രമാത്രം ദയയുടെ കാരുണ്യത്തിന്റെ വിളിയായിരുന്നു അത് എന്നറിയാമോ? വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനൻ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കബീറ. വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അള്ള കഴിഞ്ഞാൽ നിനക്കുള്ള ബാധ്യത അവരോടാണ്. അവരോട് ഛേ എന്ന് പോലും പറയരുത്, നല്ല വാക്ക് പറയണമെന്ന് അല്ലാഹു തആല. അള്ളാഹുവിനെ കഴിഞ്ഞാൽ നിനക്ക് ആദരിക്കാനും ബഹുമാനിക്കാനുമുള്ളത് അവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. സൂറത്ത് ഫുർഖാനിൽ നമുക്ക് കാണാം, സൂറത്ത് ഇസ്രായേൽ സഹോദരങ്ങളെ. അപ്പൊ അത് നമ്മളുടെ അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്ത്. ചിലതൊക്കെ നമുക്ക് തടുക്കാൻ കഴിയില്ല. വൃദ്ധന്മാരായി, നമ്മൾ രോഗിയായി. അതുപോലെ തന്നെയാണ് രോഗികളുടെയും. നിങ്ങൾ രോഗികളെ സന്ദർശിച്ചാൽ ആ രോഗികളുടെ അടുത്ത് കട്ടിലിൽ എന്നെ കാണാം എന്ന് അല്ലാഹു തആല ജനങ്ങളോട്, നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ രോഗിന്റെ കട്ടിലിന്റെ അടുത്ത് പോയിരിക്കെ അവിടെ ഞാനും ഉണ്ടാവും എന്ന്. അപ്പൊ നമ്മൾ കഷ്ടപ്പെടുന്ന ആളുകളെ അൽ ബർക്കത്തു മഅ അകാബിരിക്കും, നിങ്ങളിൽ കൂടെ വൃദ്ധന്മാരായ ആളുകളുടെ കൂടെ ബർക്കത്തുണ്ട്. അവരെ നിങ്ങൾ സഹായിക്ക്, അവരെ നിങ്ങൾ സന്തോഷിപ്പിക്ക്,
അവർക്ക് വേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടക്കിടക്ക് പറയാറുണ്ടായിരുന്നു. ഇന്ന മിൻ ഇജ്ലാലില്ലാഹി ഇക്റാമുദ് ശൈബത്തിൽ മുസ്ലിം, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട വൃദ്ധകളായ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ആദരിക്കുക എന്നത് അള്ളാഹുവിനെ ആദരിക്കുന്നതിന് തുല്യമാണ്. മാ അക്രമ ശാബുൻ ശൈഖൻ, യുവാക്കളായ ആളുകൾ ഒരു വൃദ്ധനെ ആദരിച്ചിട്ടുണ്ടെങ്കിൽ ലിസിന്നിഹി, അവന്റെ വാർദ്ധക്യം കൊണ്ട് പരിഗണിച്ചുകൊണ്ട് ആദരിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാ ഖയ്യദല്ലാഹു ലഹു മയ്യുക്രിമുഹു ഇൻദ സിന്നിഹി, ആ ചെറുപ്പക്കാരൻ നാളെ വൃദ്ധനാകുമ്പോൾ അവനെ ആദരിക്കാൻ അല്ലാഹു തആല ആളുകളെ ഏർപ്പെടുത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ അബൂ ഖുഹാഫ, അദ്ദേഹത്തിന് വിശ്വസിക്കണമെന്നുണ്ടായിരുന്നു. താടിയും മുടിയും നരച്ച് വൃദ്ധനായി നടക്കാൻ കഴിയാത്ത അബൂ ഖുഹാഫ എനിക്ക് റസൂലിനെ കണ്ട് വിശ്വസിക്കണം എന്നാവശ്യപ്പെട്ടു. അബൂബക്കർ വളരെ പ്രയാസത്തോടുകൂടി അബൂ ഖുഹാഫയെ നബിയുടെ അടുക്കലേക്ക് കൊണ്ടുവരികയാണ്. നബി എഴുന്നേറ്റുകൊണ്ട് അബൂബക്കറിനെ ആക്ഷേപിച്ചു, എന്തിനു കൊണ്ടുവന്നു ഈ വൃദ്ധനെ? അയാൾക്ക് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂലല്ലേ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നില്ലേ? അബൂബക്കർ ഭയപ്പെട്ടു പോയി ആ ആക്ഷേപത്തിൽ എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, അപ്പോ നമ്മൾ അല്ലാഹു തആല നൽകിയ നിഅമത്ത് ആരോഗ്യമാണ്, അറിവാണ്, ബാക്കിയുള്ള നിയമത്ത്. ആ നിയമത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ അറിവും നമ്മളുടെ ദീനും ഹിദായത്തും ഉണ്ടാക്കിയെടുക്കാൻ നാം ശ്രമിക്കുന്നത് പോലെ അള്ളാഹു പല കാരണങ്ങളാലും പിൻവലിച്ചു പോയ രോഗം കൊണ്ട് നിയമത്ത് നഷ്ടപ്പെടുത്തിയ, വാർദ്ധക്യം കൊണ്ട് നിയമത്ത് നഷ്ടപ്പെടുത്തിയ, മറ്റു പല കാരണങ്ങളാലും നിയമത്ത് നഷ്ടപ്പെടുത്തിയ മനുഷ്യന്മാർക്ക് നിയമത്ത് ചെയ്തു കൊടുക്കേണ്ട ബാധ്യത, അവർക്ക് നന്മ ചെയ്തു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അല്ലാഹു തആല പറഞ്ഞത് അല്ലാഹുല്ലദീ ഖലഖക്കും മിൻ ദഅഫിൻ, ഒരു ദൗർബല്യാവസ്ഥയിൽ നിന്നാണ് നിങ്ങൾ അല്ലാഹു സൃഷ്ടിച്ചത്. കടപ്പിൽ നിന്ന് കമഴ്ന്നു കിടക്കാൻ പോലും പറ്റാത്ത ആ ഒരു ദുർബലാവസ്ഥ നമുക്കുണ്ടായിരുന്നല്ലോ. പിന്നെ ദൗർബല്യത്തിന്റെ ശേഷം നിങ്ങൾക്ക് അല്ലാഹു തആല ശക്തി നൽകി. ശക്തിക്ക് ശേഷം വീണ്ടും നിങ്ങൾക്ക് അല്ലാഹു തആല ദുർബലാവസ്ഥ നൽകുന്നു. വശൈബത്തൻ, നരയും പ്രയാസങ്ങളും നൽകുന്നു. പഠിച്ചവനാണ് ഇതൊക്കെ തരുന്നവൻ. അവനെല്ലാം അറിയുന്നവനും കഴിവുള്ളവനുമാണ്. അതുകൊണ്ട് ഈ ദൗർബല്യത്തെ പരിഗണിക്കണം എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. അള്ളാഹു സമൂഹത്തിലെ കഷ്ടപ്പെടുന്നവരെയും രോഗികളെയും ദുർബലന്മാരെയും വൃദ്ധന്മാരെയും ഒക്കെ സംരക്ഷിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാം ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, ഇതാണ് മനുഷ്യന്റെ, നമുക്കും നാളെ ദൗർബല്യം വരും, നമുക്കും ഒരു രോഗം വരും, നമുക്കും കഷ്ടതകൾ വരും. അപ്പോ ഹിദായത്തും മറ്റൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ അള്ളാഹു ചില കാരണങ്ങളാൽ നിയമത്തെ പിൻവലിച്ചിട്ടുള്ള മനുഷ്യന്മാരെ സഹായിക്കാൻ ഇന്നത്തെ ഒരു കാലഘട്ടം നമുക്ക് നോക്കിയാൽ ആവശ്യമില്ല. ഒരുതരം ഉപയോഗിച്ച് ഒഴിവാക്കുന്ന കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾക്ക് ജീവിക്കുന്നത്. റെസ്പോൺസിബിൾ കാലഘട്ടമാണ് ഇന്ന്. എല്ലാം ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ഉമ്മാന്റെ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ എന്തിന് അവിടെ ഇരുന്നോട്ടെ ഒരു മൂലക്കൻ. ഉപ്പാന്റെ ആവശ്യം കഴിഞ്ഞാൽ ഇനിമെന്തിനാ, എങ്ങനെയെങ്കിലും പണി കഴിഞ്ഞോട്ടെ, എങ്ങനെയും കൊണ്ട് മരിച്ചു പോയിക്കോളൂ ആയുസ് കഴിയുമ്പോൾ ഉപ്പാന്റെ. അല്ലെങ്കിൽ വൃദ്ധന്മാര്, അയാളെന്തിനാ അത്ര കഷ്ടപ്പെട്ട് പുറത്തിറങ്ങി നടക്കേണ്ടത്, അയാളെങ്ങനെയും വെറുതെ പെരിയുന്ന പോലെ വൃദ്ധന്മാരെന്തിനാ. ഇങ്ങനെ എല്ലാവരെയും ഒരു ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ തള്ളിക്കളയുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഈ തലമുറകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നതിനാൽ നാം ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തെ ദീനിന്റെയും അള്ളാഹുവിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുത്തുകൊണ്ട് നല്ല അള്ളാഹു തൃപ്തിപ്പെടുന്ന
അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട ഒരു നല്ല വിശ്വാസികളായി മാറുക. അള്ളാഹു അതിന് അനുഗ്രഹം നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇന്ന് പള്ളി ഫണ്ട് അതിൻ്റെ ദിവസമാണ്. നിങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. അള്ളാഹു നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. കൂടുതൽ നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. രോഗികളും കഷ്ടപ്പെടുന്നവരുമായ ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, അല്ലാത്ത ആളുകളുമുണ്ട്. വസിയത്ത് ചെയ്യാൻ പോലും പറ്റാതെ കഷ്ടപ്പെട്ട് കിടക്കുന്നവരുണ്ട്. അവർക്കൊക്കെ അല്ലാഹു തആല ശമനവും ശാന്തിയും ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖും നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.